റബ്ബർ കർഷക പഞ്ചായത്ത് അഞ്ചലിൽ നടത്തി. കേരള കർഷക സംഘം, കിസാൻ സഭ എന്നിവ സംയുക്തമായാണ് കർഷക പഞ്ചായത്ത് നടത്തിയത്. റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുക, റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുക, കർഷക ദ്രോഹ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റബ്ബർ കർഷക പഞ്ചായത്ത് സംഘടിപ്പിച്ചത്. അഞ്ചൽ JJ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കർഷക പഞ്ചായത്ത് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ SBIയിൽ നിന്ന് അവർ ബോണ്ട് മേടിച്ച് ബിയിലേക്ക് ഒരു 500 കോടി രൂപ 500 കോടി അവർ കൊടുത്താൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉൾപ്പെടുന്ന റബ്ബർ കർഷകന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അറിയാതെ ചൂഷണം ചെയ്ത പൈസയുടെ ഒരു ചെറിയ പങ്കാണ് അവർക്ക് കൊടുത്തത്. അതായത് അതിന്റെ പ്രാഥമികമായി നമുക്ക് തോന്നും ഇത് ആ കമ്പനി BJP കൊടുത്താണ്. പക്ഷെ അന്വേഷിച്ച് പോകുമ്പോൾ അത് നിങ്ങളെ ചൂഷണം ചെയ്ത് അവർ സംഭരിച്ച പൈസ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരു നയം കൊണ്ട് സഹായിച്ച ഒരു ഗവൺമെന്റിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് സുപ്രീം കോടതി പറഞ്ഞത് ഇത് കൈക്കൂലി സ്വഭാവമുള്ളതാണ്, ഇത് അന്വേഷിക്കണം. എന്നിട്ട് BJP അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കമ്പനി നിങ്ങളുടെ ഒരു ഉൽപ്പന്നത്തിന് കിട്ടേണ്ട വില കിട്ടുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. M സലീം, VS സതീഷ്, ലെനു ജമാൽ, ഹസീന മനാഫ്, J സുരേന്ദ്രൻ നായർ, രാജശേഖരൻ, ഷിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.